സംസ്ഥാനത്തിലെ കെ സ്മാർട്ട് അങ്ങനെ ഡബിൾ സ്മാർട്ട് ആകുകയാണ്. ഇനി 30 മിനിറ്റിനകം വിവാഹ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലെത്തും. അങ്ങനെ കെ സ്മാർട്ടിലൂടെ നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിനും വരൻ ശ്രേയസ് മോഹനും എളുപ്പത്തിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി മന്ത്രി എം.പി. രാജേഷ് അറിയിച്ചിരിക്കുകയാണ്. കെ സ്മാർട്ടിലൂടെ അപേക്ഷിച്ച് അരമണിക്കൂറിനുള്ളിലാണ് വധുവരന്മാർക്ക് ഗുരുവായൂർ നഗരസഭയുടെ കൗണ്ടറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഇതിനു മുമ്പ് തന്നെ ഓൺലൈൻ സർട്ടിഫിക്കറ്റും ലഭ്യമാക്കിയിരുന്നു. സംസ്ഥാനത്താകെ എല്ലാ നഗരസഭകളിലും ഇത്ര വേഗത്തിലാണ് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കെ സ്മാർട്ട് നമ്മുടെ നഗരസഭകളെ ഡബിൾ സ്മാർട്ട് ആക്കുകയാണ് എന്നും മന്ത്രി എം.പി. രാജേഷ് തന്റെ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയുണ്ടായി. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രി പങ്കുവച്ച കുറിപ്പിൽ നിരവധി നിർദ്ദേശങ്ങളും ചില പ്രശ്നങ്ങളും ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. കെ സ്മാർട്ട് അപേക്ഷിച്ച ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയ എത്രയോ ആളുകൾ, നിരവധി ആളുകൾ ഉണ്ട് എന്നും ഈ പോസ്റ്റ് തന്നെ അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്നും കമന്റ് ബോക്സിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ഇത് ആർക്കും വായിക്കാനാവുമെന്നും ഏതൊരു അപേക്ഷകനും ചുരുങ്ങിയ സമയം കൊണ്ട് സേവനം ലഭിക്കുന്നു. എത്ര അനുഭവങ്ങൾ ഈ പേജിൽ തന്നെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടപ്പ എന്ന വാക്കാണ് മനോരമ പോലും കെ സ്മാർട്ടിൽ വിവാഹ സർട്ടിഫിക്കറ്റ് എത്ര വേഗം ലഭിച്ചെന്ന് പറയാൻ ഉപയോഗിച്ചത്. അപേക്ഷിക്കുന്നത് ആരും നോക്കിയല്ല ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നും മന്ത്രി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് നൽകിയ വാർത്ത മന്ത്രി പങ്കുവച്ചപ്പോഴാണ് ആളുകൾ പലതരത്തിൽ വളച്ചൊടിച്ചു. അങ്ങനെ ആ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഒരു പൊതു നിർദ്ദേശവുമായി രംഗത്തെത്തുകയാണ്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മറുപടി എം.പി. രാജേഷ് നൽകുകയുണ്ടായി. അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരം ഒരു കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ഏപ്രിൽ 1 പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സേവനം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. പദ്ധതിയെക്കുറിച്ച് സംശയമുള്ളവർക്ക് 9471165401 എന്ന നമ്പറിലേക്കും 047127736160 എന്ന ഹെഡ്ലൈൻ നമ്പറുകളിലേക്കും അതുപോലെ 9446300500 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിക്കുകയുണ്ടായി. മന്ത്രി എം.പി. രാജേഷിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ നിരവധി പേർ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചില പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പ്രധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമാണ് ഈ പോസ്റ്റ്. അദ്ദേഹം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഏറ്റവും അധികം ആളുകൾ അറിയാനുണ്ടായിരിക്കുന്നത് കെ സ്മാർട്ട് ഇപ്പോൾ പഞ്ചായത്തുകളിലേക്ക് വ്യാപിക്കുമെന്നതാണ്. ഈ ഏപ്രിൽ 1 പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സേവനം അങ്ങനെ ഉറപ്പാക്കും. വിദേശത്തുള്ളവർക്ക് OTP മൊബൈൽ ഫോണിന് പുറമെ ഇമെയിൽ കൂടി ലഭ്യമാക്കണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണ്. ആപ്ലിക്കേഷനിലേക്ക് OTP വഴിയല്ലാതെ പാസ്വേഡ് വഴി കൂടി ലോഗിൻ സാധ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഈ സാധ്യത പരിശോധിക്കാനുള്ള നിർദ്ദേശം ഇൻഫർമേഷൻ കേരള മിഷന് നൽകിയിട്ടുണ്ട്. മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയവരുമുണ്ട്. മൊബൈൽ ആപ്പ് കൂടുതൽ മികവുള്ളതാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന വിവരവും അറിയിക്കുന്നു. അടുത്തത്, അക്ഷയ കേന്ദ്രത്തിൽ ലോഗിൻ ലഭിച്ചിട്ടില്ല എന്നതിനാൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഒരു പരാതി. സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനകം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോഗിൻ ലഭിച്ചെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ആ പ്രത്യേക വിഷയം ഉന്നയിച്ചാൽ പരിശോധിക്കാം. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തൽ ഉൾപ്പെടെ സ്വന്തമായി ലോഗിൻ ചെയ്ത് കെ സ്മാർട്ടിലൂടെ ആർക്കും ചെയ്യാനും കഴിയും. അതുപോലെ ഡിസംബർ 15 സമർപ്പിച്ച പെർമിറ്റ് അപേക്ഷയിൽ ഫീസ് അടയ്ക്കാൻ അസൗകര്യം നേരിട്ടതായി ഒരു കമന്റ് വന്നിരുന്നു. ഫീസ് ഒടുക്കാനുള്ള സൗകര്യം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നഗരസഭകളിൽ ലഭ്യമാണ്. കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തത് ജനുവരി 1 അതിന് 15 ദിവസം മുമ്പാണ് അപേക്ഷ എന്നതിനാൽ അപേക്ഷകന്റെ ലോഗിനിൽ പണം അടയ്ക്കാനുള്ള സൗകര്യം ലഭ്യമാകില്ല. നഗരസഭാ ഓഫീസിലെത്തി ഈ ഫീസ് അടയ്ക്കാൻ കഴിയും. ജനുവരി 1 ശേഷമുള്ള അപേക്ഷകൾ എവിടെയിരുന്നും ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതുപോലെ റിട്ടേൺ ചെയ്യുന്ന ലൈസൻസ് അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സൗകര്യമില്ല എന്ന് ഒരു ലൈസൻസി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ സൗകര്യം വൈകാതെ തന്നെ കെ സ്മാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിട്ടാണ് ലൈസൻസുകളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്ന പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലൈസൻസിന് അപേക്ഷിച്ചപ്പോൾ റെസീപ്റ്റ് ലഭിച്ചില്ല എന്നൊരു കമന്റ് വരികയുണ്ടായി. സാധാരണ നിലയിൽ അപേക്ഷിച്ചാൽ ഉടൻ റെസീപ്റ്റ് ലഭിക്കുന്നതാണ്. ഈ വിഷയം പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പുതിയ ലൈസൻസിന് അപേക്ഷിക്കാനുള്ള സൗകര്യം ജനുവരി 22 മുതൽ തയ്യാറാകും. അതുപോലെ തൊഴിൽ നികുതി അടയ്ക്കാൻ ഇപ്പോൾ തന്നെ കെ സ്മാർട്ടിൽ സൗകര്യമുണ്ട്. നഗരസഭയിൽ അന്വേഷിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ അറിയാനാകും. തൊഴിൽ നികുതിക്ക് മാത്രമായി ഒരു പ്രത്യേക സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് വിവരവും കൂടി പങ്കുവെക്കുന്നു. കെ സ്മാർട്ടിലൂടെ വാർഡ് മെമ്പർക്കും MLAക്കും പരാതി കൊടുക്കാനാകുമോ എന്ന ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിരുന്നു. അതായത് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനുള്ള സൗകര്യമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. നഗരസഭ വഴി അംഗത്തിന്റെയോ MLAയുടെയോ ശ്രദ്ധയിൽ വിഷയങ്ങൾ എത്തിക്കാൻ കഴിയും. അതുപോലെ എല്ലാ സേവനങ്ങളും മൊബൈൽ ആപ്പിൽ ലഭ്യമല്ല എന്ന ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ സേവനങ്ങളും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എല്ലാ സേവനങ്ങളും ആപ്പിൽ ലഭ്യമാകുന്നതിന് പരിമിതിയുണ്ട്. കെട്ടിട പെർമിറ്റ് പോലുള്ള സേവനങ്ങൾക്ക് അപേക്ഷകളുടെ കൂടെ ഡ്രോയിങ് ഉൾപ്പെടെ സമർപ്പിക്കണമെന്നതിനാൽ വെബ്സൈറ്റ് വെർഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെയാണ് കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാന സംശയങ്ങളും പരാതികളും. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾക്കായി 9441654001 അതുപോലെ തന്നെ 047127736160 എന്നീ ഹെഡ്ലൈൻ നമ്പറുകളിലേക്കും അതുപോലെ 9446300500 എന്ന വാട്സ്ആപ്പ് നമ്പറും ഓഫീസ് സമയങ്ങളിൽ ലഭ്യമാണെന്ന വിവരവും കൂടി
അറിയിക്കുന്നു. ഈ സൗകര്യം കൂടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ മികവോടെ സ്മാർട്ടായ സൗകര്യങ്ങൾ ഇനിയും കെ സ്മാർട്ടിൽ ഒരുക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ് എന്നും ഇവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നാണ് മന്ത്രി ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലും പൂർണ്ണതോതിൽ അങ്ങനെ ലഭ്യമാക്കുകയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. 49 കോടി റെക്കോർഡുകളുടെ ഡേറ്റ പോർട്ടിങ്ങും 6000-ഓളം ജീവനക്കാരുടെ മാപ്പിംഗും പൂർത്തിയാക്കാനെടുത്ത സമയമാണ് ചില സേവനങ്ങൾ വൈകി ലഭ്യമാകാൻ കാരണമെന്നായിരുന്നു മന്ത്രി നേരത്തെ പറഞ്ഞത്. ചില നഗരസഭകളിലെ പഴയ രേഖകളിലും അവ്യക്തതയും ഡേറ്റ പോർട്ടിംഗ് വൈകാൻ കാരണമായി. ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കെ സ്മാർട്ട് നിലവിൽ പൂർണ്ണതോതിൽ അങ്ങനെ ലഭ്യമായിട്ടുണ്ട്. ജനുവരി 15 മുതൽ കെ സ്മാർട്ട് 5 മണി വരെ 1,616,000 പേരായിരുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 50,000-ലധികം മൊബൈൽ ആപ്പ് ഡൗൺലോഡുകളും ഇതിനകം നടന്നിട്ടുമുണ്ട്. അതുപോലെ 22,764 പേരാണ് വിവാഹ മരണ ജനന സർട്ടിഫിക്കറ്റിനായി ഇതിനകം അപേക്ഷിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനകം തന്നെ മഹാഭൂരിപക്ഷ സർട്ടിഫിക്കറ്റുകളും അങ്ങനെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. 50ഓളം സർട്ടിഫിക്കറ്റുകളും അപേക്ഷിച്ച് 1 മണിക്കൂറിനകം 200-ലധികം സർട്ടിഫിക്കറ്റുകൾ 2 മണിക്കൂറിനകവും അപേക്ഷകന് ലഭ്യമാക്കാനായി. കെ സ്മാർട്ട് ലോഞ്ച് ചെയ്ത ആദ്യ ആഴ്ച തന്നെ വിവാഹ മരണ ജനന സർട്ടിഫിക്കറ്റുകളെ സുഗമമായി ലഭ്യമായിരുന്നു എന്നാണ് മന്ത്രി MP രാജേഷ് അന്ന് പറയുകയുണ്ടായത്. ഇനി ജനുവരി 22 മുതൽ ലൈസൻസ് അപേക്ഷിക്കാൻ ഒരുങ്ങുന്നതോടെ സൗകര്യം ആരംഭിക്കുന്നതോടെ അങ്ങനെ സംസ്ഥാനത്തിന്റെ സേവനം വിരൽത്തുമ്പിൽ എത്തുകയാണ്. അങ്ങനെ അഭിമാനമായി കെ സ്മാർട്ട് മാറുകയാണ് എന്ന് വേണം പറയാൻ.